Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കുണ്ടന്നൂർ ബൈപ്പാസ് റോഡിനു വേണ്ടി മറ്റൂർ വില്ലേജിലെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർ പ്രതിഷേധ ദിനം ആചരിച്ചു. മറ്റൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വെച്ച് നടന്ന പ്രതിഷേധ യോഗം അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ ആശങ്കകളും അവകാശങ്ങളും തികച്ചും ന്യായമാണെന്നും അവ പരിഹരിക്കാനെന്നും കൂടെയുണ്ടാകുമെന്നും MLA ഉറപ്പു നൽകി. ഞാനാദ്യം പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞാനിവിടെ പ്രസംഗം പറയാൻ വന്നതല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണ്. പ്രധാനമായിട്ട് മലയ്ക്കായാലും കാലിക്കായാലും എറണാകുളത്തിന് മൊത്തത്തിലായാലും വിരുദ്ധ അഭിപ്രായങ്ങളൊന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ റോഡ് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ന്യായമായ സന്തോഷകരമായിട്ടുള്ള ഒരു പാക്കേജ് ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ അതിന്റെ ഒരു വിഹിതം, ആ തുകയുടെ ഒരു വിഹിതം സംസ്ഥാന സാമഗ്രികളുടെ GSTയും റോയൽറ്റിയും അത് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനമാണ്, സംസ്ഥാനത്തിന് ലഭിക്കുന്ന റവന്യൂ ആണ്. ആ റവന്യൂ സംസ്ഥാനം ഇളവ് ചെയ്തു കൊടുക്കണം എന്നതാണ്ട് 90% പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ചില നിർദ്ദേശങ്ങൾ ഞാൻ വളരെ തുറന്ന കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഞാൻ നടക്കാത്ത കാര്യം നടക്കും എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നടക്കാത്ത കാര്യമാണ്. കാരണം എല്ലാ രീതിയിൽ വേസ്റ്റേജ് ആയിട്ട് വരുന്നു. ആ ഭൂമിക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനകത്തൊരു പട്ടിക്കൂടുണ്ടെങ്കിൽ അത്, കോഴിക്കൂടുണ്ടെങ്കിൽ അത്, തെങ്ങ്, കിണർ, മാവ്, പ്ലാവ്, എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ പറമ്പിലുണ്ടോ അതിന്റെ എല്ലാം വില, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാത്തില് ഡിഫറൻറ്റ് കാര്യമാണ്. 25 വർഷം പഴക്കമുള്ള ഒരു വീടിന് കാലപ്പഴക്കമനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുകയും അവർ വേറെ എവിടെയെങ്കിലും പോയി 25 വർഷം പഴക്കമുള്ള വീട് പണിയാൻ അവരെ കൊണ്ട് കഴിയാതെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കും ഭൂമിയും വസ്തുവകളും നഷ്ടപ്പെടുന്ന അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ കൺവീനർ പോൾസൺ കുടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സാബു സെബാസ്റ്റ്യൻ, KK തോമസ്, സോണി ജോസ്, ജോർജ് ഹോർമിസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിഹാരങ്ങൾ എല്ലാവർക്കും നൽകേണ്ടതാണ്, അതിനു വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞ് എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും ബാധകമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ആണ് ഏറ്റവും വലിയ ആശങ്കയായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. ഒരു വശത്തെ LARR ആക്ട് ഒരേ സംസ്ഥാനത്ത് തന്നെ പല ഹൈവേകൾ വരുമ്പോൾ ഒന്നിൽ അത് ബാധകമാവുകയും മറ്റുള്ളവർക്ക് കർഷകനെ സംബന്ധിച്ചും ഇവിടെ ഓട്ടർമാരെ സംബന്ധിച്ചും വലിയ പ്രത്യേകതയായിരിക്കും. ആ ഒരു കാര്യം ശക്തമായിട്ട് അവതരിപ്പിക്കാനാണ്. ആ തീരുമാനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുള്ളൂ എന്നുള്ളൊരു ഞങ്ങളുടെ ഒരു കൂട്ടായ തീരുമാനം എന്നും കൂടി. കാരണം ഞാൻ പരിപൂർണമായ വില കിട്ടിയെങ്കിൽ ഇന്നത്തെ PWD നിരക്കനുസരിച്ച് നിലവിലുള്ള അളവിന് പരിപൂർണമായ വില കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറൂ എന്നുള്ള കൂട്ടായ തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യും? അതായത് നമുക്കൊരു പെരപണിയാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് വന്നപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും പറയുന്ന സംശയം അതൊക്കെ കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സാധാരണക്കാരുടെ വിഷമങ്ങൾ ശരിയാണെന്ന് അറിയണം. എന്തായാലും റോഡ് വരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നല്ലതാണ്. എല്ലാം വികസനം നമ്മുടെ നാടിന് ആവശ്യമാണ്. അതിനെല്ലാം നമ്മൾ സപ്പോർട്ടുണ്ട്. അപ്പൊ ഇത് വരുന്ന ന്യായമായിട്ടുള്ള അവകാശങ്ങൾ അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവി വീണ്ടും ഈ കാരണം ഇവിടെ ഇപ്പൊ MC റോഡും എയർപോർട്ട് റോഡ് തമ്മിലുള്ള ക്രോസിംഗ് ആയിട്ടുള്ള റോഡുകളൊക്കെ കിടക്കുന്നത്. അതിലൂടെ ഇപ്പൊ സാധാരണക്കാർക്ക് കാൽനട നടക്കാനോ അല്ലെങ്കിൽ സൈക്കിളിനോ പോകാനോ പറ്റാത്ത അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.